മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും സമ്മാനങ്ങൾ നൽകി എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പറയുന്നത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും അടക്കം സമ്മാനങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട് എന്ന നിർണായകമായ ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദീപ്തി, കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി നിലവിൽ അറസ്റ്റിൽ ജയിലിൽ കഴിയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ ഈ ഒരു മൊഴി പ്രകാരം പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും സമ്മാനങ്ങൾ താൻ കൈമാറിയിരുന്നു എന്നുള്ളൊരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ നിരവധി പേർക്ക് ഇത്തരത്തിൽ ബാഗ്, വിളക്ക്, അങ്ങനെ നിരവധിയാർന്ന സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമ്മാനങ്ങൾ കൈപ്പറ്റിയവരുടെയൊക്കെ തന്നെ മൊഴിയെടുക്കാനായിരിക്കും ഈ അടുത്ത നീക്കം. നേരത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ സമയത്ത് തന്നെ SIT ഇത്തരത്തിൽ സമ്മാനങ്ങൾ കൈമാറിയവരുടെ മൊഴി അല്ലെങ്കിൽ സമ്മാനങ്ങൾ ആർക്കൊക്കെയാണ് സമ്മാനം കൈമാറി എന്നൊരു ലിസ്റ്റ് എടുത്ത് വച്ചിരുന്നു. ഇനിയിപ്പോൾ അവരുടെ മൊഴി എടുക്കുന്നതിലേക്കൊക്കെ തന്നെ SIT അല്ലെങ്കിൽ അന്വേഷണ സംഘം കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരമൊരു അന്വേഷണത്തിലേക്ക് EDയും കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് വകകളെ കുറിച്ച് അന്വേഷിക്കണം എന്നൊരു കാര്യത്തിലാണ് ED നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആരൊക്കെയാണ് ഇത്തരത്തിൽ സമ്മാനങ്ങൾ കൈപ്പറ്റിയത് എന്നൊരു വ്യക്തത തേടി അവരുടെയൊക്കെ തന്നെ മൊഴി EDയും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ഏറെ നിർണായകമായ ഒരു മൊഴി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ എവിടെ നിന്നാണ് ഇത്തരത്തിൽ സമ്മാനങ്ങൾ എത്തിച്ചു നൽകിയത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് കൈമാറിയത്, എപ്പോഴാണ് കൈമാറിയത്, എന്തിനു വേണ്ടിയാണ് കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ഈ അന്വേഷണ സംഘം പറയുന്നത് ഇത്തരത്തിൽ സമ്മാനങ്ങൾ നൽകിയ ആളുകളെ ഉപയോഗപ്പെടുത്താനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണോ സമ്മാനങ്ങൾ നൽകിയത് എന്നൊരു കാര്യം അന്വേഷണ സംഘം ചോദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കും. ഇതിൽ പ്രധാനമായും ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സമ്മാനങ്ങൾ കൈമാറിയ കാലഘട്ടം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കവർച്ച നടക്കുന്ന സമയത്ത് തന്നെയാണോ ഇത്തരത്തിൽ സമ്മാനങ്ങൾ കൈമാറിയത് എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടം കൂടി ഏറെ നിർണായകമാകും. 2019 ആ കാലഘട്ടത്തിലാണോ ഇത്തരത്തിൽ സമ്മാനങ്ങൾ കൈമാറിയതെന്നും ഇത്തരത്തിൽ ആളുകളെ സ്വാധീനിച്ചതെന്നുമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നടപടി കടക്കും. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ SIT ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തിയ സമയത്ത് ഈ അഷ്ടദിക് പാലകരെ കാണാനില്ല, അല്ലെങ്കിൽ കൊടിമരത്തിൽ അഷ്ടദിക് പാലകരെ എവിടെ പോയി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് SITയുടെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിൽ തന്നെ അഷ്ടദിക് പാലകരെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഏറെ നിർണായകമായ ഒരു മൊഴി തന്നെയാണ്. ഈ കേസിൽ ED കൂടി വന്ന സാഹചര്യത്തിൽ ഈ ഒരു മൊഴി ഏറെ നിർണായകമായി തന്നെ നിൽക്കുന്നുണ്ട്. ദീപ്തി, ശരി, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് ഇപ്പോൾ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും അടക്കം സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.